നമസ്കാരം. മലയാളം ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഭാഗങ്ങളാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത്. അപ്പോൾ കൂടുതൽ ആൾക്കാരും പറഞ്ഞത് ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകൾ ചെയ്യണം എന്നൊരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളുമായി ബന്ധപ്പെട്ട സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളുമായി ബന്ധപ്പെട്ട ഒരു സീരീസിന് തുടക്കം കുറിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് ഞാൻ എന്റെ ക്ലാസ്സുകൾക്കകത്ത് ഓഫ്ലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളും ഞാൻ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന ഞാൻ പഠിപ്പിക്കുന്ന ഭാഗത്തുനിന്ന് PSC സ്ഥിരമായി ചോദിക്കുന്ന മേഖലകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് ആണ് ഇന്ന് മുതൽ അങ്ങോട്ടുള്ള ഒരു സീരീസ് തരാം എന്ന് വിചാരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ മലയാള ഭാഗങ്ങളും ഒക്കെ തന്നെ നമ്മുടെ വരും ക്ലാസ്സുകൾ ചെയ്യുന്നതാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ക്ലാസ്സുകൾക്കകത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിക്കുന്നത്. പലപ്പോഴും അധ്യാപകരും കുട്ടികളും ഒക്കെ എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് സാറ് പഠിപ്പിക്കുന്ന ഭാഗത്ത് നിന്ന് ഇത്രയേറെ ചോദ്യങ്ങൾ PSC ചോദിക്കുന്നത്? എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ പഠിക്കേണ്ടത്? എവിടെ നിന്നാണ് പഠിക്കേണ്ടത്? ഞാനപ്പോ കൂടുതലും പറയാറുള്ള ഒരു കാര്യമാണ് ടെക്സ്റ്റ് ബുക്കുകൾ. ഒന്ന് നോക്കാം നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് PSC ചോദിക്കുന്നതെന്നും എത്രമാത്രം ഡെപ്തിലാണ് ടെക്സ്റ്റ് ബുക്കുകൾ ഇപ്പോൾ SCERT അറേഞ്ച് ചെയ്തത് എന്നുള്ളത്. ഞാനിന്ന് അതിനായി എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ കലാവിദ്യാഭ്യാസം എന്ന പാഠഭാഗത്തിന്റെ എന്ന വിഷയത്തിന്റെ ആക്ടിവിറ്റി ബുക്കാണ്. ഓക്കെ, ഇത് നോക്കിയാൽ കാണാം നമുക്ക് 2024 കണ്ടോ, 2024 SCERT പുറത്തിറക്കിയ ഒരു പുസ്തകമാണ്. ഇത് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആദ്യം എനിക്ക് ഏറ്റവും സന്തോഷം അറിയിക്കാനുള്ളത്, ഏറ്റവും സന്തോഷത്തോടെ കാര്യം പറയാനുള്ളത് കേരള സർക്കാരിനോടും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനോടും ഇത്ര മനോഹരമായ അല്ലെങ്കിൽ ഇത്ര നല്ലൊരു പുസ്തകം കുട്ടികൾക്ക് പഠിക്കാൻ നൽകിയതിൽ ഒരു സന്തോഷം ഞാൻ ആദ്യമേ പറയുകയാണ്. ഈ ഭാഗത്ത് മറ്റു മുഖവുരകളൊന്നും തന്നെയില്ല, ഞാൻ തുടങ്ങി വരുന്നു. നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ക്ലിന്റിനെ കുറിച്ചാണ്. ക്ലിന്റിന്റെ വർണ്ണലോകം എന്നതാണ് ആദ്യമായിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടത്. ഞാൻ ടെക്സ്റ്റ് ബുക്ക് ആദ്യം കരുതിയത് ടെക്സ്റ്റ് ബുക്കിന്റെ PDF എടുത്ത് പഠിപ്പിക്കാം എന്നുള്ളതാണ്. ചിലപ്പോൾ അത് ഞാനിങ്ങനെ ഓരോ പേജൊക്കെ സ്ക്രോൾ ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം കുട്ടികൾക്കൊരു ബുദ്ധിമുട്ട്, ഒരു ലാഗ് ഫീൽ ചെയ്യും എന്നതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്ത് ഓരോ PPT ആക്കി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അതിന്റെ ആദ്യ ഭാഗത്ത് ക്ലിന്റിന്റെ വർണ്ണലോകം എന്നുള്ളതാണ്. നമുക്കിവിടെ ആദ്യം പഠിക്കാനുള്ളത് എഡ്മണ്ട് തോമസ് ക്ലിന്റിനെ കുറിച്ചാണ്. നമ്മൾ അറിയുന്നത് പോലെ ഒരുപക്ഷെ മലയാള ചിത്രകാരന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു കുഞ്ഞു ബാലനാണ് ക്ലിന്റ് എന്ന് പറയുന്നത്. ക്ലിന്റിന്റെ ഒരു ജീവിതകാലം എന്ന് പറയുന്നത് 7 വയസ്സ് വരെ മാത്രമാണ് ക്ലിന്റ് ജീവിച്ചിരുന്നത്. ക്ലിന്റ് ഏത് മേഖലയിൽ ശ്രദ്ധേയനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിത്രകാരൻ എന്ന മേഖലയിലാണ് ക്ലിന്റ് ശ്രദ്ധേയനായുള്ളത്. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് എഡ്മണ്ട് തോമസ് ക്ലിന്റ് എന്നതാണ്. അദ്ദേഹം ജനിച്ചത് 1974 മരണം 1983. 7 വയസ്സ് വരെ മാത്രമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പ്രധാനമായും പറയാനുള്ള ഒരു കുഞ്ഞു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഈ കിഡ്നി സംബന്ധമായ രോഗവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഒരു എന്താ പറയാ, ഈ പറയത്തില്ലേ നമ്മളെ മഹാന്മാർ ഒരുപാട് കാലമൊന്നും ജീവിക്കേണ്ട, വളരെ കുറച്ചു കാലം മാത്രം മതി അവരുടെ ജീവിതകാലം എന്ന് പറയത്തില്ലേ. 7 വയസ്സിനുള്ളിൽ 25,000-ഓളം ചിത്രങ്ങളാണ് തനിക്ക് ചുറ്റും കണ്ട ചിത്രങ്ങൾ. 25,000-ഓളം ചിത്രങ്ങളാണ് കുഞ്ഞ് വരച്ചു തീർത്തത്. പെൻസില്, ക്രയോണ്, വാട്ടർ കളർ എന്നീ മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് ക്ലിന്റ് തന്റെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലെ. അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം എന്ന് പറയുന്നത് ദി ടെമ്പിൾ ഫെസ്റ്റിവൽ എന്നതാണ്. പഠിച്ചു വെക്കണം. ദി ടെമ്പിൾ ഫെസ്റ്റിവൽ അത് പ്രീവിയസ് ആണ്. ദി ടെമ്പിൾ ഫെസ്റ്റിവൽ എന്ന ചിത്രം ആരുടേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്മണ്ട് തോമസ് ക്ലിന്റിന്റേതാണ്. ക്ലിയർ അല്ലേ? പ്രധാനമാണ്. മറ്റ് മുഖവുരകളൊന്നുമില്ല. മുമ്പോട്ട് പോകുന്നു അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ആ പാഠപുസ്തകത്തിൽ ക്ലിന്റിനോടൊപ്പം തന്നെ ചേർത്തിരിക്കുന്ന ഒരു പേരാണ് ലിഡിയൻ നാദസ്വരം. അദ്ദേഹത്തിന്റെ പേരാണ് ലിഡിയൻ നാദസ്വരം. ഇദ്ദേഹമാണ് സൈഡിൽ അദ്ദേഹത്തിന്റെ ചിത്രം കാണാം. ചെന്നൈ സ്വദേശിയാണ് അദ്ദേഹം. തന്റെ 14ാമത്തെ വയസ്സിൽ അമേരിക്കൻ ടെലിവിഷൻ ചാനലായ CBSലെ ദി വേൾഡ് ബെസ്റ്റ് എന്ന റിയാലിറ്റി ടാലന്റ് ഷോയിൽ 2019 ദി വേൾഡ് ബെസ്റ്റ് എന്ന റിയാലിറ്റി ടാലന്റ് ഷോയിൽ പിയാനോ വായിച്ച $1 മില്യൺ സമ്മാനം നേടിയ കക്ഷിയാണ് പുള്ളി. ഓക്കെ അല്ലെ. അപ്പൊ നോക്കിയേ, ദി വേൾഡ് ബെസ്റ്റ് എന്ന റിയാലിറ്റി ടാലന്റ് ഷോയിൽ 2019 പിയാനോ വായിച്ച്. അപ്പോ ലിഡിയൻ നാദസ്വരം ഏത് മേഖലയിൽ ശ്രദ്ധേയനാണ് അല്ലെങ്കിൽ ഏത് വാദ്യോപകരണത്തിലാണ് ശ്രദ്ധേയനായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഏത് മേഖലയാണ്? പിയാനോ. ഓക്കെ അല്ലെ. ഇനി ശ്രദ്ധിക്കുക, തുടർന്ന് സിനിമാ സംഗീത സംവിധാന രംഗത്തേക്കാണ് അദ്ദേഹം കടന്നത്. പിയാനോ, അതുകൂടാതെ തബല, മൃദംഗം, ഗിറ്റാർ തുടങ്ങി നിരവധി വാദ്യോപകരണങ്ങൾ പ്രാവീണ്യമുണ്ട്. എങ്കിലും PSC ഇങ്ങനെയായിരിക്കും ചോദിക്കുക, ലിഡിയൻ നാദസ്വരം ഏത്
വാദ്യോപകരണത്തിലാണ് ശ്രദ്ധേയനായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിയാനോ ആണ്. സെറ്റ് അല്ലേ? നല്ല ചോദ്യം അല്ലേ? എന്നാൽ അടുത്തത് മൈക്കിൾ ജാക്സൺ. നമ്മൾ അറിയുന്നത് പോലെ ഇന്ന് ലോകത്ത് ഒരുപാട് പ്രശസ്തരായ സംഗീതജ്ഞരുണ്ട്, ബാൻഡുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അറിയുന്ന ഒരു മ്യൂസിക് ബാൻഡ് എന്ന് പറയുന്നത് എനിക്ക് BTS ആയിരിക്കും അല്ലെ? BTS ആർമിക്കാരുണ്ടെങ്കിൽ ഒന്ന് ചുമ്മാ ഒന്ന് കമന്റ് ചെയ്ത് വെക്കുക. ഓക്കെ, BTS അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സംഗീത ബാൻഡാണ് അല്ലെ? എനിക്ക് തോന്നുന്നു ഞാൻ BTSനെ പരിചയപ്പെടുന്നത് എന്റെ ചേട്ടന്റെ മകൾ വഴിയാണ്. ഓക്കെ, ആള് വളരെ വളരെ കട്ട ഫാനാണ് കേട്ടോ, BTSന്റെ വളരെ കട്ട ഫാനാണ് ആള്. എന്താ പറയാ, ഞങ്ങൾക്ക് പണ്ട് തോന്നിയിട്ടുണ്ട് ഇനി ആള് വല്ല കൊറിയക്കാരെയും കെട്ടി പോകുമെന്നുള്ളത്. ഓക്കെ, അത്രമേൽ ഒരു ആർമിയെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കക്ഷിയാണ് പുള്ളിക്കാരി. അപ്പൊ ഞാൻ പുള്ളിക്കാരിയിലൂടെയാണ് ഈ BTSനെ കുറിച്ച് അറിയുന്നത്. അപ്പൊ ഞാനിങ്ങനെ പുള്ളിക്കാരിയോട് ഏറ്റവും കൂടുതൽ വാദിക്കുന്നത് മൈക്കിൾ ജാക്സന്റെ പേര് പറഞ്ഞു. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ബാല്യം ഏറ്റവും കൂടുതൽ മനോഹരമാക്കി തന്ന ഒരു സംഗീതജ്ഞനാണ് മൈക്കിൾ ജാക്സൺ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് 5ാം ക്ലാസ് പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രദ്ധിച്ചേ, 1958 യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഇന്ത്യാനയിലാണ് അദ്ദേഹം ജനിച്ചത്. ഒന്നുകൂടെ, 1958 യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഇന്ത്യാനയിലാണ് മൈക്കിൾ ജോസഫ് ജാക്സൺ ജനിക്കുന്നത്. മൈക്കിൾ ജാക്സനെ പോപ്പ് സംഗീതത്തിന്റെ ചക്രവർത്തി എന്നാണ് നമ്മൾ വിളിച്ചിരുന്നത് അല്ലെ? പോപ്പ് സംഗീതത്തിന്റെ ചക്രവർത്തി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നൃത്ത ചുവടാണ് മൂൺ വാക്ക്. ഒന്നുകൂടെ, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നൃത്ത ചുവടാണ് മൂൺ വാക്ക്. ഓക്കെ അല്ലെ? ഇനി നോക്കിയേ, ഗ്രാമി അവാർഡുകൾ, ഗോൾഡൻ ഗ്ലോബ് അവാർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് തുടങ്ങി ഒട്ടനേകം അവാർഡുകൾ വാരിക്കൂട്ടിയ മനുഷ്യൻ 2009 മരണപ്പെടുന്നത്. 2009 പോപ്പ് ഇതിഹാസം മരണപ്പെടുന്നത്. അപ്പൊ മൂൺ വാക്ക് എന്ന ശൈലി ഓർത്തു വെക്കുക. അദ്ദേഹം ജനിച്ച സ്ഥലം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഇന്ത്യാനയാണ് എന്നും ഓർത്തു വെക്കുക. ഇത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്നത് കുച്ചുപ്പുടി എന്ന ഒരു ഭാഗത്തെ കുറിച്ച് പറയാനാണ്. കാരണം ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത പ്രധാനമായും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് കുച്ചുപ്പുടി. ഇവിടെ PSC സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കുച്ചുപ്പുടി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ഞാൻ പറഞ്ഞു ഈ ഭാഗത്തുനിന്ന് PSC ചോദിക്കുന്ന പ്രീവിയസ് ചോദ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് എന്റെ ഈ സെക്ഷൻ മുൻപോട്ട് പോകുന്നത്. കുച്ചുപ്പുടി എവിടെയാണ് ഉത്ഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലാണ്. എവിടെയാണ് ഉത്ഭവിച്ചത്? ആന്ധ്രാപ്രദേശ്. നോക്കിയേ, ആന്ധ്രാപ്രദേശിന്റെ തനത് നൃത്തരൂപമാണ് കുച്ചുപ്പുടി എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിന്റെ തനത് നൃത്തരൂപങ്ങളിലൊന്ന് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ക്ലാസിക്കൽ നൃത്തരൂപം. കുച്ചുപ്പുടി ഗ്രാമത്തിലാണ് ഇത് ഉടലെടുത്തത്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ക്ലാസിക്കൽ നൃത്തരൂപം ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഒരു ഗ്രാമത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ക്ലാസിക്കൽ നൃത്തരൂപം ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഉത്തരം എന്താണ്? ഈ പറയുന്ന കുച്ചുപ്പുടിയാണ്. അപ്പൊ നല്ലൊരു ചോദ്യമല്ലേ? കുച്ചുപ്പുടി ഗ്രാമം നമ്മൾ വളരെ ഫേമസ് ആണ്. കുച്ചുപ്പുടി ഗ്രാമം, ആ ഗ്രാമത്തിന്റെ പേരിലാണ് ഈ കലാരൂപം അറിയപ്പെടുന്നത്. ഈ കുച്ചുപ്പുടി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ ജില്ലയിലാണ്. എവിടെയാണ്? കൃഷ്ണ ജില്ലയിലാണ്. കുച്ചുപ്പുടിയെ കുറിച്ച് പറയുന്ന സമയത്ത് പ്രധാനമായും ഓർക്കേണ്ട ഒരു പേരാണ് വെമ്പട്ടി ചിന്നസത്യം. നോക്കിയേ, വെമ്പട്ടി ചിന്നസത്യത്തെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പരാമർശമുണ്ട്. അതായത് 5ാം ക്ലാസ്സിലെ കലയുമായി ബന്ധപ്പെട്ട് വരുന്ന പുസ്തകത്തിൽ ഇത് പരാമർശിക്കുന്നുണ്ട്. ഒന്ന് നോക്കി വെച്ചേ, വെമ്പട്ടി ചിന്നസത്യം ആധുനിക കുച്ചുപ്പുടി നൃത്തത്തിന്റെ ഉപജ്ഞാതാവ്. ചോദ്യം കണ്ടോ? PSC സ്ഥിരമായി ചോദിക്കുന്ന പേരാണ് വെമ്പട്ടി ചിന്നസത്യം. എനിക്കൊന്ന് ഞാനിത് ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു പേര് കേൾക്കുമ്പോൾ പലർക്കും തമാശ പോലെ തോന്നും, വെമ്പട്ടി ചിന്നസത്യം എന്ന് കേൾക്കുമ്പോൾ. പക്ഷെ നോക്കി എത്രമാത്രം പ്രാധാന്യമുണ്ട് ആ പേരിന്, വെമ്പട്ടി ചിന്നസത്യം. ഇനി പരമ്പരാഗത കുച്ചുപ്പുടി ഈണങ്ങൾക്ക് പുറമെ പത്മാവതി, ശ്രീനിവാസ കല്യാണം, വിപ്രനാരായണ ചരിതം, മേനക വിശ്വാമിത്ര, ഭാമകലാപം, അതുപോലെ തന്നെ ചണ്ടാലി തുടങ്ങിയ ഇനങ്ങളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനമാണ് ചെന്നൈയിൽ കുച്ചുപ്പുടി ആർട്ട് അക്കാദമി സ്ഥാപിച്ചത് വെമ്പട്ടി ചിന്നസത്യമാണ്. ഒന്നുകൂടെ, വെമ്പട്ടി ചിന്നസത്യം എന്ത് സ്ഥാപിച്ചു? ചെന്നൈയിൽ കുച്ചുപ്പുടി ആർട്ട് അക്കാദമി സ്ഥാപിച്ചു. അപ്പൊ PSC ചോദിക്കും, ചെന്നൈയിൽ കുച്ചുപ്പുടി ആർട്ട് അക്കാദമി സ്ഥാപിച്ചതാരാണ്? വെമ്പട്ടി ചിന്നസത്യം. അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലെ? ഇനി അതിന്റെ കൂടെ തന്നെ ഭാംഗ്ര എന്ന കലാരൂപത്തെ കുറിച്ചും ഈ ഒരു പുസ്തകത്തിൽ കണ്ടോ, സ്കൂളിലെ 5ാം ക്ലാസ് പുസ്തകത്തിൽ പരാമർശമുണ്ട്. ഭാംഗ്ര നമ്മൾ അറിയുന്ന പോലെ ഭാംഗ്ര പഞ്ചാബിന്റെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ്. പഞ്ചാബിന്റെ പ്രധാനപ്പെട്ട കലാരൂപമാണ് ഭാംഗ്ര. ക്ലിയർ അല്ലേ? അപ്പൊ പഞ്ചാബിൽ നിന്നുള്ള കലാരൂപമാണ് ഭാംഗ്ര. എന്താണ് ഭാംഗ്രയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നൊന്ന് നോക്കി വരാം. നോക്കിയേ, പഞ്ചാബിലെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട, കണ്ടോ, പഞ്ചാബിലെ
കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട നൃത്തരൂപമാണ് ഭാംഗ്ര. ഭാംഗ്ര മക്കളെ ഇതിന് സമാനമാണ് അസമിലെ ബിഹു എന്ന നൃത്തരൂപം. അതിനെക്കുറിച്ചും പരാമർശമുണ്ട്, ഞാൻ പറയാം. നോക്കിയേ, പഞ്ചാബിലെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട നൃത്തരൂപം ഭാംഗ്ര. പ്രീവിയസ് ചോദ്യം. പല വർണ്ണത്തിലുള്ള തലപ്പാവുകളും മിന്നുന്ന കുപ്പായവും ലുങ്കിയും ദുപ്പട്ടയും ഒക്കെയായി നിറങ്ങളുടെ ആഘോഷം പോലെയാണ് ഭാംഗ്ര നൃത്തം അവതരിപ്പിക്കപ്പെടുന്നത്. ഒരു കൂട്ടം ആളുകൾ വൃത്താകൃതിയിൽ നിന്ന് ധോല അതായി കാണുന്ന ധോലക് ഓക്കെ, ധോല അല്ലെങ്കിൽ ധോലക് എന്ന നാടൻ പാട്ടുപാടി ധോല എന്ന നാടൻ പാട്ടുപാടി. ഇതാ കണ്ടോ, ഈ കാണുന്ന ഡോലക് എന്ന വാദ്യോപകരണത്തിന്റെ അകമ്പടിയോടെ മക്കളെ ധോല എന്ന നാടൻ പാട്ട് എവിടെ പ്രചാരത്തിലുള്ളതാണ്? ഭാംഗ്ര. കണ്ടോ, ചോദ്യം വരുന്നത് കണ്ടോ, ഇവിടെ നിന്നാണ് ഈ ചോദ്യങ്ങൾ PSC തയ്യാറാക്കുന്നത്. കണ്ടോ, ധോല എന്ന നാടൻ പാട്ട് എവിടെയാണ് പ്രചാരത്തിലുള്ളത്? അപ്പൊ പഞ്ചാബിലാണ്. ധോല എന്ന നാടൻ പാട്ട് ഏത് കലാരൂപത്തിൽ ഉപയോഗിക്കുന്നു? ഭാംഗ്രയിൽ ഉപയോഗിക്കുന്നു. ഒന്നുകൂടെ, ധോല എന്ന നാടൻ പാട്ട് എവിടെ പ്രചാരത്തിലുണ്ട്? പഞ്ചാബിൽ. ധോല എന്ന നാടൻ പാട്ട് ഏത് കലാരൂപത്തിലാണ് ഉൾപ്പെടുന്നത്? ഭാംഗ്രയിൽ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ വാദ്യോപകരണമാണ് ഡോലക്ക. ഈ കാണുന്ന ഡോലക്ക വാദ്യോപകരണം ഏതാ? ഡോലക്ക. ഇതിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചാണ് നൃത്തം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ മല്ലു സിംഗ് സിനിമ നിങ്ങൾ കണ്ടവർക്കറിയാം. മല്ലു സിംഗ് സിനിമയിൽ ഈ പറയുന്ന ഭാംഗ്ര നൃത്തത്തിന്റെ ചില ചിത്രങ്ങൾ അതിന്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ അല്ലെ? ചില ചിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാനിവിടെ ഈ പറയുന്ന ഭാംഗ്ര നൃത്തത്തിന്റെ ഒരു ചിത്രം ഞാൻ കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ചേ, ഭാംഗ്ര നൃത്തത്തിന്റെ ഒരു ചിത്രമാണ്. ഈ വേഷമൊക്കെ ഇട്ട് നമ്മുടെ മല്ലു സിംഗ് സിനിമയിലൊക്കെ അവർ നൃത്തം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അല്ലെ? അപ്പോ ഈ ഒരു കാര്യം ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ഈ ഒരു ഭാഗത്ത് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയുന്നത് ബിഹു എന്ന നൃത്തരൂപത്തെ കുറിച്ചാണ്. ബിഹു. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഭാംഗ്ര പറഞ്ഞു, അടുത്തത് ഇപ്പൊ എന്ത് പറയുന്നുണ്ട്? ബിഹു പറയുന്നുണ്ട്. ബിഹു അസമിലെ വിളവെടുപ്പ് ആഘോഷവുമായി ബന്ധപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് ചെയ്യുന്ന സംഘ നൃത്താവതരണം. കണ്ടോ, ഇതും വിളവെടുപ്പാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് അതും കാർഷിക വൃത്തിയുമാണ്. അപ്പൊ ചുവടെ തന്നിരിക്കുന്നതിൽ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കലാരൂപങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോമ്പിനേഷൻ ചോദിക്കാം. ABCD എന്ന് തന്നിട്ട് ഇപ്പൊ ഓപ്ഷനിൽ ബിഹു സാത്രിയ അല്ലെങ്കിൽ ബിഹു ഒജാബാലി അല്ലെങ്കിൽ ബിഹു കഥക്, അതുപോലെ തന്നെ ബിഹു ഭാംഗ്ര, ഏതെടുക്കും നമ്മള്? ബിഹു ഭാംഗ്ര. നല്ല പോയിന്റ് അല്ലേ? അസമിലെ വിളവെടുപ്പ് ആഘോഷവുമായി ബന്ധപ്പെട്ട ഇതിലും സെയിം ആണ്. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചാണ് നൃത്തം ചെയ്യുന്നത്. ബിഹു എന്ന നൃത്തരൂപം ഇത് നാടോടി പാട്ടിനൊപ്പം ഡോൽ, പുല്ലാങ്കുഴൽ തുടങ്ങിയ വാദ്യോപകരണങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഡോല്, പുല്ലാങ്കുഴൽ ഇവയാണ് വാദ്യോപകരണങ്ങൾ. കണ്ടോ, അതായത് നമ്മൾ പറഞ്ഞ ഭാംഗ്രയുമായി ഏറെ സമാനതകളുള്ള ഒന്നാണ്. ഓക്കെ, തോളുകളും അരഭാഗവും പ്രത്യേക രീതിയിൽ താളത്തിൽ ചലിപ്പിച്ചുകൊണ്ടാണ് ബിഹു നർത്തകർ ചുവടുവെക്കുന്നത്. ഭാംഗ്ര നൃത്തത്തിലേതുപോലെ അസമിലെ കാർഷിക നൃത്തമാണ് ബിഹു. ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അസമിലെ, അതായത് ഭാംഗ്രയ്ക്ക് സമാനമായി അസമിലുള്ള നൃത്തരൂപം. അപ്പൊ ഉറപ്പായിട്ടും ചോദ്യം തയ്യാറാക്കുന്ന ചോദ്യകർത്താവിന് ഈ പോയിന്റ് സ്ട്രൈക്ക് ചെയ്യും. അദ്ദേഹം ഇതിനെ ബേസ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ചോദിക്കും. ഓക്കെ അല്ലെ? ബിഹു എന്ന നൃത്തരൂപം നമ്മൾ ഈ കാണുന്നതാണ്. ഇതാണ് ബിഹു എന്ന നൃത്തരൂപം. ബിഹു അതിലെ വരകൾ കാണുന്നത് ഞാനിപ്പോ മാർക്ക് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, നോക്കിയേ, ഇതാണ് ഈ പറയുന്ന ബിഹു എന്ന നൃത്തരൂപം. സെറ്റ് അല്ലേ? അപ്പോ ഇവയാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഓക്കെയാണ്. ഇത് ഇനിയും തുറന്ന് കൊണ്ടുപോകണം. കാരണം ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്തേക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചായിരിക്കും ഞാൻ ക്ലാസ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുകയാണ്. ഞാൻ അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്